എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ. മേനോൻ സാറുണ്ടോ? ഇല്ലല്ലോ, ഓഫീസിൽ പോയിരിക്കുക. ഓ, കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില പറഞ്ഞുകൊണ്ടാ അച്ഛൻ അയാൾ കാണാൻ ചെന്നത്. ഇല്ലാത്ത ബാങ്ക് ബാലൻസിന്റെയും ബിസിനസിന്റെയും കഥകൾ പറഞ്ഞ് അച്ഛൻ അയാൾ സ്വാധീനിച്ചു. You try. താങ്ക് യു. അയാളുടെ സ്മാർട്ട്നെസ്, പേഴ്സണാലിറ്റി എന്തോ അച്ഛൻ അയാളെ ഇഷ്ടപ്പെട്ടു. എന്താ മിസ്റ്റർ വിനോദ്, നിങ്ങൾ തേയിലയുടെ മാർക്കറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു. തേയില മാത്രമല്ല, എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട്. സാറിനോടൊരു കാര്യം പറയാം. ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി. വില ഒരാഴ്ച കൊണ്ട് 25 വന്ന് മുട്ടാം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ. മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യുക. ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു. ഇതിന്റെ റിയാക്ഷനാ ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടിവ്. ഇനിയും താഴും. സാറ് വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തുമാത്രം ലാൻഡാ വെറുതെ ഇട്ടിരിക്കുന്നത്. സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാണ്. എന്നെ ധിക്കരിച്ചിട്ടാ അവനിവിടെ ഒന്നും ഇറങ്ങിപ്പോയത്. എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ എനിക്ക് ആഗ്രഹം. അല്ലാതെ വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല. അച്ഛാ, ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ. അച്ഛാ, എനിക്ക് അജി. ഓഹോ, അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന്. വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും. വിവാഹവും കഴിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ എല്ലാം മാറും. വിനോദിന് എന്താ ഒരു കുറവ്? മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ ഫാക്ടറിയും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത്. അടുത്ത 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ നീ വിനോദം തമ്മിലുള്ള വിവാഹം നടക്കും. ഒടുവിൽ മംഗളമായൊരു വിവാഹം നടന്നല്ലേ? മംഗളമായൊരു വിവാഹം. എല്ലാം കാണിച്ച് എന്റെ അയക്ക് ലെറ്റർ അയച്ചിരുന്നല്ലോ, അത് കിട്ടിയില്ലേ? കിട്ടി. വിവാഹത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന്. മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് രേഖ പിടിച്ചു നിൽക്കണം. നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം. 2 വരികളിൽ അജി എഴുതിയ കത്ത്. രേഖയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള അമ്മയുടെ കത്ത് കിട്ടിയപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അജിക്കറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ മരുമകനെ പറ്റി? കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ, എസ്റ്റേറ്റുകൾ, അങ്ങനെ പലതും. ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു. വിവാഹം കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ. പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഒടുവിൽ
ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഡെയ്സി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ, വരാൻ പാടില്ലേ? വെറുതെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ തോന്നി വിനോദിനെ ഒന്ന് കാണണമെന്ന്. ഒരു ടാക്സി വിളിച്ച് നേരെ ഇങ്ങ് വന്നു. ഫാക്ടറി ഓഫീസൊക്കെ ഒന്ന് കാണാലോ. എന്നായാലും നമ്മൾ ഒന്നിച്ചിവിടെ ഇരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ ഓഫീസിന്റെ ഒരു കാര്യം എന്നെ ലിഫ്റ്റിൽ നേരെ മുകളിൽ കൊണ്ടുവിട്ടു. ഞാൻ പിന്നെ നടന്ന് താഴെ ഇറങ്ങി വരിക. നല്ല സമയത്ത് എഴുന്നള്ളത്ത്. രേഖയുടെ അച്ഛൻ അടുത്ത ക്യാബിനിലുണ്ട്. നീ ഒന്ന് വേഗം പോവാൻ നോക്ക്. വൈകിട്ട് ഞാനങ്ങ് വരാം. ഫാദറിലായ ഇത്ര പേടിയാ? ഡെയ്സി, നീ ഒന്ന് വേഗം പോയേ പ്ലീസ്. നീ എന്റെ മോളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എല്ലാം നേടിയെന്ന് അഹങ്കരിക്കരുത്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും സ്വത്തുക്കളും എല്ലാം രേഖയുടെ പേരിലാണെന്ന കാര്യം മറക്കണ്ട. എന്റെ ഒരേ ഒരു നിർബന്ധത്തിന് വഴങ്ങിയ നിന്നെ അവള് വിവാഹം കഴിച്ചത്. അവളെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, എനിക്കത് സഹിക്കാനാവില്ല. എന്റെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇനി മേലിൽ ആ ഡാൻസർ പെണ്ണിനെ ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. അന്നത്തെ വഴക്കിന് ശേഷം മരിക്കുന്നത് വരെ അച്ഛൻ വിനോദിനോട് സംസാരിച്ചിട്ടേയില്ല. ഈ ഡെയ്സി വിനോദിന്റെ കാമുകിയായിരുന്നു. ആരെന്ന് ഞാൻ തിരക്കിയിട്ടില്ല. ഡെയ്സിയുമായുള്ള എല്ലാ ബന്ധവും വിനുവേട്ടൻ അവസാനിപ്പിച്ചുവെന്നും ഞാൻ വിനുവേട്ടനോട് അതേക്കുറിച്ച് ഒന്നും ചോദിക്കരുതെന്നും അച്ഛൻ എന്നോട് പറഞ്ഞു. ഭർത്താവിനൊരു കാമുകി ഉണ്ടെന്നറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഉള്ളിലൊതുക്കി ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുക. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. നാളെ ഞാൻ തിരിച്ചു പോവാ. വേണ്ടാത്തൊക്കെ ആലോചിച്ച് രേഖ മനസ്സ് വിഷമിപ്പിക്കരുത്. ജീവിതം ഒരിക്കലേ ഉള്ളൂ. എന്തിരിപ്പാ സാറേ ഇത്? ആരെ തോൽപ്പിക്കാനാ? താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നല്ല ചോദ്യം. ആളെ കാണാണ്ടായാ പിന്നെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സാറിനെ കാണാൻ രേഖക്കുഞ്ഞോടെ വിഷമിച്ചിരിക്കുക. പപ്പൻ ഒന്നേ പറയാനുള്ളൂ, അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടരുത്. കാര്യം മുറച്ചെടുക്കാനായിരിക്കാം, ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കാം, ഒക്കെ ശരി. ബംഗ്ലാവിൽ ചെല്ലുമ്പോഴൊക്കെ രണ്ടും കൂടി കുണുകുണു പറഞ്ഞിരിക്കുന്നത് കാണാം. പെട്രോളും തീയും അടുത്തിരിക്കുന്നത് പോലെ ആണും പെണ്ണും. കത്താതെ സൂക്ഷിച്ചില്ലേ കത്തിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കണ്ണ് വേണം. ഭാര്യയോട് വഴക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പോവും ഭാര്യയും പോവും. ഭാര്യ പോണേ അങ്ങോട്ട് പോട്ടെ. അല്ല, സ്വത്ത് പോവെന്ന് പറയായിരുന്നേ. താൻ പൊയ്ക്കോ. അല്ല, എങ്ങനെയാന്ന് പോകാൻ? ഇയാൾക്ക് പപ്പ താ അല്പം കുടിച്ചോടോ എന്ന് പറഞ്ഞാൽ എന്താ? നക്കിയല്ലേ, ഭാര്യയുടെ ചെലവ് കഴിയുന്ന നക്കി. ഇനി കുടിക്കാൻ പറഞ്ഞാൽ എന്റെ പട്ടി കുടിക്കും, പട്ടി. താൻ പോയില്ലേ? പൂവായി. ഓ, ഇവളെ കണ്ട ഇവനല്ല ഈ വയസ്സായ ഞാൻ വരെ വീണു. പപ്പൻ പറഞ്ഞത് കേട്ടല്ലോ. ഭാര്യയോട് പിണങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ ആണുങ്ങൾ കൊണ്ടുപോകും. അവള് കാമുകനുമായി ഇറങ്ങിപ്പോയാൽ ഒറ്റ പൈസ പിന്നെ കിട്ടില്ല. വിനോദിനെ അവള് ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവളെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക്. വിനോദിനെ വിഡ്ഢിയാക്കാൻ ആർക്കും കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ പൊയ്ക്കോ.
രേഖേ, നീ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിനക്കെന്നോട് വെറുപ്പ് തോന്നില്ലേ? വിനുവേട്ടനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. എന്നും എന്റെ അടുത്തുണ്ടായിരുന്നാ മതി.